ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമ കാണുമ്പോൾ ചില പറയും നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, ക്യാമറമാർക്ക് ഗംഭീരമാണ്, അങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയും. അപ്പം ഈ സിനിമ കൊണ്ട് എനിക്ക് തോന്നിയത് നല്ലൊരു സിനിമയാണെന്നാണ്. അതിനർത്ഥം ഇതെല്ലാം നന്നായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഇന്ദ്രൻസൊക്കെ അത്ഭുതപ്പെടുത്തുന്ന നടനാണ് മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ടൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു നടൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സിനിമയിൽ സുന്ദരനായിരിക്കണം, ഇത്ര അടിപ്പൊക്കം വേണം, ഇന്ന നിറം ഉണ്ടായിരിക്കണം, ശബ്ദഗാംഭീര്യം വേണം, അങ്ങനെ പല പല ഗുണങ്ങളുള്ള സദ്ഗുണസമ്പന്നനായിട്ടുള്ള ഒരു കഥാനായകനാണ് നമ്മുടെയൊക്കെ മനസ്സുണ്ടായത്. ആ കാലം മാറിയിട്ട് എന്നെ അത്ഭുതപ്പെടുത്ത നടനാണ് കുതിരോട്ടം പപ്പുവേട്ടൻ. ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പപ്പുവേട്ടൻ അത്ഭുത നടനാണ്. അദ്ദേഹം വളരെ ഹ്യൂമറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ കാണുന്നതാണ് ഇന്ദ്രൻസാണ് അങ്ങനെ നടൻ. അത് മലയാളത്തിന്റെ ഭാഗ്യമാണ് ഇന്ദ്രൻസ്. ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ദ്രൻസ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ദ്രൻസിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ. അതുപോലെയാണ് എല്ലാവരും. ഇപ്പം മുരളി ഗോപിയാണെങ്കിലും ആര്യയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ അത് കൃത്യമായ ഒരു ഡയലോഗ് പ്രസന്റേഷനിലും സിറ്റുവേഷൻസിലൊക്കെ അത് കൃത്യമായ തിരക്കഥയിൽ കൂടെ വന്നപ്പോൾ അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത്